ദളപതി വിജയ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ക്ലിക്കായ ഒരു സിനിമ ഗില്ലിയാണ് എന്ന് തന്നെ പറയണം. കാര്യം അദ്ദേഹത്തിന് ഒരുപാട് സക്സസ്സുകൾ ആ സിനിമയ്ക്ക് ശേഷം ലഭിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഗില്ലി എന്ന് പറഞ്ഞ സിനിമ ധരണിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡയറക്ടറിൻ്റെ ജീവിതത്തിൽ പോലും ഗില്ലി പോലൊരു ഹിറ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എടുക്കാനില്ല ഉള്ള കാര്യമാണ്. ഈ സിനിമയുടെ നായിക തൃഷയായാലും ഈ സിനിമയുടെ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുന്ന പ്രകാശ് രാജ് ആയാലും ഇവരുടെയൊന്നും ജീവിതത്തിൽ ഗില്ലി പോലുള്ളൊരു സിനിമ ഇനി സംഭവിക്കാനേ പോകുന്നില്ല. അത് യാഥാർത്ഥ്യമാണ്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ഗൈസ്. 2004 തന്നെ ഗില്ലി സിനിമ കാണാനുള്ള ഒരു അവസരം കിട്ടിയിട്ട് കാണില്ല. അതുകൊണ്ട് 2024 മാക്സിമം ആളുകൾ അത് ഉപയോഗിച്ചു എന്ന് തന്നെ പറയണം. തിയേറ്ററിൽ പോയി കണ്ടു, എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഈ ഗില്ലി എന്ന് പറഞ്ഞ സിനിമ ഏത് സിനിമയിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്? അതാണ് എനിക്ക് ഇതുവരെ മനസ്സിലാവാത്തത്. കാരണം ഈ ധരണി എന്ന് പറഞ്ഞ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഫുള്ള് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കംപ്ലീറ്റ് അടിച്ചു മാറ്റി ചെയ്യുന്ന ഒരു പടങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ചിമ്പുവിൻ്റെ ചെയ്ത ഒസ്തി ആയാലും മറ്റുള്ള സിനിമകളായാലും എല്ലാം ഇങ്ങനെ അടിച്ചു മാറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗില്ലി ഏതിൻ്റെ അടിച്ചു മാറ്റമാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നിങ്ങൾക്കറിയാമോ ഗൈസ്? അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.